ഹലോ ഓൾ. അപ്പം നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ സെമി കണ്ടക്ടർ എന്നുള്ള ടോപ്പിക്കായിരുന്നു കഴിഞ്ഞ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ നമ്മൾ നമ്മുടെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ് എന്താണ്, എനർജി ഗ്യാപ്പ് എന്താണ്, ഇൻസുലേറ്ററിനും സെമി കണ്ടക്ടറിൻ്റെയൊക്കെ കേസിൽ വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഫെർമി ലെവൽ എന്നുള്ള ടേമാണ്. ഓക്കെ, എന്താണ് ഫെർമി ലെവൽ? ഓക്കെ, ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെഫിനേഷൻ നോക്കാം. ഹയസ്റ്റ് എനർജി ലെവൽ ദാറ്റ് ആൻ ഇലക്ട്രോൺ ക്യാൻ ഓക്കുപ്പൈ അറ്റ് ദ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ എന്താണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറഞ്ഞാൽ 0 കെൽവിനിൽ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ആക്ട് ലൈക്ക് ഇൻസുലേറ്റർ. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ എം ടി ആയിരിക്കും, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് ഫുള്ളി ഓക്കുപ്പൈഡ് ആയിരിക്കും, എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ എന്താണ് ഒരു ഇലക്ട്രോണിന് ഒക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫെർമി ലെവൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ഫെർമി ലെവൽ കാണിച്ചിട്ടുണ്ട്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലെവൽ വരെ എന്ത് ചെയ്യാം? ഇലക്ട്രോൺസിന് ഒക്കുപ്പൈ ചെയ്യാം. ഇവിടെ എല്ലാം ഇലക്ട്രോൺസ് ഉണ്ടല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ എനർജി ഗ്യാപ്പിനകത്ത് ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. എന്നാൽ ഫെർമി ലെവലിൽ വരെ എന്ത് വരാം? ഇലക്ട്രോൺസിന് ഒക്കുപ്പൈ ചെയ്യാം. സോ ആൻഡ് ഇവിടെ നമുക്ക് കാണാം ഈ ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ലൈസ് ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ഇനി ഈ ഒരു എന്താണ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഇലക്ട്രോൺ അറ്റ് 0 കെൽവിൻ. 0 കെൽവിനിൽ നമുക്ക് ഇലക്ട്രോൺ ഉണ്ടോ കണ്ടക്ഷൻ ബാൻഡിൽ? ഇല്ല. സോ ദ ഫെർമി ലെവൽ ക്യാൻ ബി കൺസിഡർഡ് ആസ് സി ഓഫ് ഇലക്ട്രോൺ എബോവ് വിച്ച് നോ ഇലക്ട്രോൺ എക്സിസ്റ്റ്. അതായത് ഫെർമി ലെവലിന് മുകളിൽ ഏതെങ്കിലും ഇലക്ട്രോൺ വരുന്നുണ്ടോ? ഇല്ല. സോ അതിനെ സി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം. സി ഓഫ് ഇലക്ട്രോൺസ് എബോവ് വിച്ച് നോ ഇലക്ട്രോൺ എക്സിസ്റ്റ്. ഓക്കെ, അപ്പം ഒരു ഇലക്ട്രോണിനെ ഓക്കുപ്പൈ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് എനർജി ലെവൽ അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അതിനാണ് നമ്മൾ ഫെർമി ലെവൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതെന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഇടയ്ക്കാണ് വരുന്നത്. ഇനി കണ്ടക്ഷൻ ബാൻഡിൽ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടോ? ഇല്ല. അപ്പം അവിടെ ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഫെർമി ലെവലിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻ ബി കൺസിഡേഴ്സ് സി ഓഫ് ഇലക്ട്രോൺസിൻ്റെ കടലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിന് മുകളിൽ എന്ത് വരത്തില്ല? നോ ഇലക്ട്രോൺ എക്സിസ്റ്റ്. ഓക്കെ, ഇനി ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്? നമുക്ക് ഒന്നുകിൽ ഇലക്ട്രോൺ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ ആ ഒരു സോളിഡിൽ നിന്നും ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഫെർമി ലെവൽ ചേഞ്ച് ആവും. നമ്മൾ ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫെർമി ലെവൽ മൂവ് ടുവേർഡ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, ഇലക്ട്രോണിനെ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു എക്സ്ട്രാ ഞാൻ ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ 2-3 ഇലക്ട്രോണിനെ ഞാൻ ആഡ് ചെയ്താൽ ഈ ഫെർമി ലെവൽ എവിടെ പോവും? ഇവിടെ പോവും. അപ്പോൾ ഇത് എവിടെയായി? കണ്ടക്ഷൻ ബാൻഡിന് അടുത്തായി. ഓക്കെ, ഇനി ഞാൻ അതിന് പകരം അതല്ല ഞാൻ ചെയ്യുന്നത്. പകരം ഇതിൽ നിന്നും ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്തു. ഓക്കെ, ഇലക്ട്രോൺസിനെ എന്ത് ചെയ്ത്? ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുവാണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എവിടെ വരും? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടക്ഷൻ ബാൻഡ് വരുന്നത് ഈ ഒരു ലെവൽ. അതെന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡിൻ്റെ അടുത്തേക്ക് പോകും. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഓൺ അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ഫെർമി ലെവൽ മൂവ് ടുവേർഡ് കണ്ടക്ഷൻ ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നതിൻ്റെ അടുത്തേക്ക് ഫെർമി ലെവൽ മൂവ് ചെയ്യും എപ്പോഴാണ്? ഇലക്ട്രോൺസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോൺസ് ഫെർമി ലെവലിൽ നിന്നും വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതൊന്ന് വന്ന് വാലൻസ് ബാൻഡിൻ്റെ അടുത്തേക്ക് പോകും. ഓക്കെ, ഇനി കണ്ടക്ടറിൻ്റെ എനർജി ബാൻഡ് ഡയഗ്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. എന്താണ് ഓവർലാപ്പ് ചെയ്തിരിക്കും. സോ ദർ ഇസ് നോ എനർജി ഗ്യാപ്പ്. ഇനി ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതായത് ഓരോ ഡിഗ്രി ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോഴും അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ചേഞ്ച് ആകുമെന്ന് പറഞ്ഞു. ആ ഒരു ചേഞ്ചിനെ, അതായത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു പെർ ഡിഗ്രി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് വിളിച്ചത്. കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. കാരണം നെഗറ്റീവ് വരാൻ കാരണം എന്താണ്? ഇൻസുലേറ്ററിലും സെമി കണ്ടക്ടേഴ്സിലും ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. അതുകൊണ്ടാണ് ഇതിന് നെഗറ്റീവ് വാല്യൂ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ എക്സാമ്പിളാണ് ജെർമേനിയം, സിലിക്കൺ എന്നുള്ള എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സ്. ഇത് നമ്മൾ എന്തിൻ്റെ എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്? എലമെൻ്റൽ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. സോ സെമി ഇൻട്രിൻസിക്കിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ ഇവിടെ പ്യൂർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ആൻഡ് ഇറ്റ് മീൻസ് ദ
പ്യൂർ സ്റ്റേറ്റിലുള്ള സെമി കണ്ടക്ടേഴ്സ് എന്നാണ് അതിനകത്ത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പ്യൂർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ്? ആ ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇൻ ഇറ്റ്സ് പ്യൂർ സ്റ്റേറ്റിലായിരിക്കും. ആൻഡ് ദ കണ്ടക്ടിവിറ്റി ഈസ് പ്യൂർലി ഡിറ്റർമിൻഡ് ബൈ തെർമലി ജനറേറ്റഡ് ചാർജ് കേരിയേഴ്സ്. അതായത് നമുക്കിവിടെ ഇപ്പോൾ നമുക്കറിയാം, ഈ ജർമേനിയ ആയാലും സിലിക്കൺ ആയാലും അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ കുറേ ആറ്റംസ് ചേർന്നാണ് എന്തുണ്ടാകുന്നത്, മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ ഇതിങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇവിടെ നിങ്ങൾക്ക് കാണാം അടുത്തടുത്ത് കുറേ എന്തുണ്ട്, സിലിക്കൺ ആറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ സിലിക്കൺ ആറ്റംസ് ചെയ്യുന്ന എന്താണ്, അവരുടെ ഒരു ഇലക്ട്രോണിനെ തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യും, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ വരച്ചേക്കുന്ന എല്ലാം എന്താണ്, കോവാലന്റ് ബോണ്ട്സ് ആണ്. സോ ഓരോ ഇലക്ട്രോണിനെയും തൊട്ടടുത്തുള്ള എന്താണ് സിലിക്കൺ ആറ്റത്തിലെ ഇലക്ട്രോണുമായിട്ട് കോവാലന്റ് ബോണ്ടിലേക്ക് കൊടുക്കും. സോ ഈ ഒരു സിലിക്കൺ ആറ്റത്തിന് 1, 2, 3, 4 ഇലക്ട്രോൺസ് ഉണ്ട്. ആ 4 4 സിലിക്കൺ ആറ്റവുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ പെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് വെൻ എ വാലൻസ് ഇലക്ട്രോൺ ഗെയിൻ സഫിഷ്യൻറ്റ് തെർമൽ, അതായത് ഞാൻ ഇതിന് തെർമൽ എനർജി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ സിലിക്കൺ ക്രിസ്റ്റലാണ്. സോ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ച് തെർമൽ എനർജി കൊടുക്കുകയാണ്. ഓക്കെ, തെർമൽ എനർജി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ കോവാലന്റ് ബോണ്ട്സ് എന്ന് പറയുന്നത് ബ്രേക്ക് ആവും. ഓക്കെ, ഈ ഒരു ഭാഗം നമുക്ക് എടുക്കാം. ഇവിടുത്തെ ഈ കോവാലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്കായി, എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ നിന്നുള്ള ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് പുറത്തേക്ക് ചാടിപ്പോവും. നമുക്ക് എന്താണ് വേണ്ടത്, ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവിടെ കണ്ടക്ഷൻ നടക്കുള്ളൂ അല്ലേ. സോ നമുക്കിവിടെ ഫ്രീ ഇലക്ട്രോൺ കിട്ടിയില്ലേ, അന്നേരം ഇവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്ത് ചാടിപ്പോയി. ബട്ട് ഈ ഒരു പൊസിഷനിൽ എന്തുണ്ടാവും, ഒരു ഹോൾ ഉണ്ടാവും ആണല്ലോ. ദ ഹോൾ എന്ന് പറയുന്നത് നമുക്കറിയാം പോസിറ്റീവ് ചാർജ് ആണ്, ആൻഡ് ദിസ് ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ്. സോ തൊട്ടടുത്തുള്ള ഇത് ഓൾറെഡി ബ്രേക്കായി പോയി, ഇവിടെ ഇനി ഒന്നുമില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം എടുത്ത് വരയ്ക്കുവാണ്. സോ സിലിക്കൺ ആറ്റം ഉണ്ട്, ആ ഒരു സിലിക്കൺ ആറ്റത്തിന് തൊട്ടടുത്തുള്ള സിലിക്കൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്തു, കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെട്ടു. ഇതേപോലെ ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു സിലിക്കൺ ആറ്റം ഉണ്ട്, കോവാലന്റ് ബോണ്ട്, ആൻഡ് ഹിയർ ഇങ്ങനെ പോവും. സോ ഇവിടെ നടക്കുന്ന എന്താണ്, ഇവിടുത്തെ ഈ ഒരു ഇലക്ട്രോണിന് സഫിഷ്യൻറ്റ് തെർമൽ എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ഈ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവുമെന്ന് പറഞ്ഞു. സോ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ആവുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, കോവാലന്റ് ബോണ്ട് ബ്രേക്കായി. അപ്പോൾ എന്തായി, ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇവിടെ ഫ്രീ ആയി. അപ്പോൾ ഇതെന്ത് ചെയ്യും, പുറത്തേക്ക് ചാടിപ്പോവും. ഓക്കെ, ഇവിടെ നിന്ന് പുറത്തേക്ക് ചാടിപ്പോയി. സോ ഇവിടെ വന്ന് ഇലക്ട്രോൺ ആയിട്ടിരുന്നു. ആൻഡ് ഇവിടെ നടക്കുന്ന എന്താണ്, ഇവിടെ ഒരു ഹോള് ജനറേറ്റ് ആവും. പകരം ആ ഇലക്ട്രോൺ പോയ സ്ഥാനത്ത് ഒരു ഹോള് ജനറേറ്റ് ആയി. ഓക്കെ, ഈ ഹോളിന് എന്ത് ചാർജാണ്, പോസിറ്റീവ് ചാർജാണ്, ആൻഡ് ഇലക്ട്രോൺ ഹാവ് നെഗറ്റീവ് ചാർജ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് അങ്ങ് പോയി, അതിന് എന്ത് ചെയ്യാം, കണ്ടക്ഷൻ സഹായിക്കാം. സോ ഇതിന് തൊട്ടടുത്ത് ഇനിയുള്ള ഇലക്ട്രോൺ ഏതാണ്, ഈ സിലിക്കൺ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ ഇതാണ് അല്ലേ. സോ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. സോ ഇതെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് ചാടും. സോ അടുത്ത് എന്ത് സംഭവിക്കും, ആ ഒരു ഈ ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വന്നു അല്ലേ. സോ ഇവിടെ വന്ന് ഒക്കുപ്പൈ ചെയ്യും, ആൻഡ് പകരം ഇവിടെ ഒരു ഹോള് ജനറേറ്റ് ആവും. എഗെയിൻ ഈ ഒരു ഹോളിലേക്ക് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ടാവുമല്ലോ, അതെന്ന് പറയുന്നത് ഈ ഒരു ഹോളിലേക്ക് വരും. സോ ഇവിടെ എന്ന് പറയുന്നത് ഇലക്ട്രോൺ വന്ന് ഓക്കുപ്പൈ ചെയ്യും, ഇവിടെ ഒരു ഹോള് ഫോം ചെയ്യും. ഇങ്ങനെ ചെയ്താണ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ഷൻ അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇതാണ് അവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് തിയറി സാധനങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം എന്തുവാണ് എഴുതി വെച്ചേക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ വെൻ കണ്ടക്ടിവിറ്റി ഈസ് പ്യൂർലി ഡിറ്റർമിൻഡ് ബൈ തെർമലി ജനറേറ്റഡ് ചാർജ് ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ്, തെർമലി ജനറേറ്റ് ചെയ്യുന്ന, അതായത് ഇവിടെ തെർമൽ എനർജി സഫീഷ്യൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോൺ പുറത്ത് വരുമെന്ന് പറഞ്ഞല്ലേ. സോ കണ്ടക്ടിവിറ്റി എന്തിനാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, തെർമലി ജനറേറ്റഡ് ചാർജ് കേരിയേഴ്സ്. ഇവിടുത്തെ ചാർജ് കേരിയർ ഏതാണ്, നമ്മുടെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ ചാർജ് കേരിയേഴ്സ്, കാരണം ഈ ഫ്രീ ഇലക്ട്രോൺസ് പോകുന്നതുകൊണ്ടല്ലേ അവിടെ കണ്ടക്ഷൻ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി സച്ച് സെമി കണ്ടക്ടർ അറ്റ് അബ്സല്യൂട്ട് 0 ഡിഗ്രി ബിഹേവ്സ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ. അപ്പോൾ ഈ ഒരു സെമി കണ്ടക്ടർ എന്ത് ചെയ്യും,
അബ്സല്യൂട്ട് സീറോയിൽ എന്താണ്, ഇൻസുലേറ്റർ ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആസ് ഇറ്റ്സ് വാലൻസ് ബാൻഡ് ഈസ് ടോട്ടലി ഫിൽഡ്, വാലൻസ് ബാൻഡ് ടോട്ടലി ഫിൽഡ് ആയിരിക്കും റിലേറ്റീവ് ടു ഇറ്റ്സ് കണ്ടക്ഷൻ ബാൻഡ് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി എംപ്റ്റി. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അറ്റ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ നമ്മൾ പറഞ്ഞു എന്താണ്, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ വിൽ ബി ആക്ട് ലൈക്ക് ഇൻസുലേറ്റർ. അതിൽ അപ്പോൾ കണ്ടക്ഷൻ ബാൻഡിൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഇലക്ട്രോൺസ്, വാലൻസ് ബാൻഡിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഓൺലി ഇവിടെ അപ്പോൾ എന്തുവാണ് നടക്കുന്നത്, ഇവിടെ ഹോളാണോ ഇലക്ട്രോൺ ആണോ മൂവ് ചെയ്യുന്നത്? ശരിക്കും ഇവിടെ നിന്ന് ഇലക്ട്രോൺ അല്ലേ മൂവ് ചെയ്യുന്നത്. ഞാൻ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന ഭാഗത്ത് ഒരു ഹോള് ജനറേറ്റ് ആവുന്നു അല്ലേ. സോ ഹോൾ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അതായത് പോസിറ്റീവ് ചാർജുള്ള ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇലക്ട്രോൺസ് മൂവ് ചെയ്യും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ്. ശരിക്കും ഇവിടെ മൂവ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രോൺസ് മാത്രമാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇരിക്കുന്നത് ഓൺലി ഇലക്ട്രോൺ മൂവ്സ്. ഇനി ജർമ്മേനിയം, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കഥയാണ് ഇവിടെ പറയുന്നത്. എന്താണ്, ജർമ്മേനിയത്തിനും സിലിക്കനും എത്രയുണ്ട്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 4. സോ അത് നെയ്ബറിങ് ആറ്റവുമായിട്ട് ഒരു കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടും. അപ്പോൾ ഈ വാലൻസ് ഇലക്ട്രോൺസിന് സഫീഷ്യൻറ്റ് തെർമൽ എനർജി കിട്ടുമ്പോൾ അതെന്ത് ചെയ്യും, ആ കോവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് ഫ്രീ ആകും. ഈ ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നും ലീവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഒരു കോവാലൻസ് സൈറ്റ്. ഓക്കെ, അത് ഒരു കോവാലൻസ് സൈറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഒരു ഹോള് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഹോളെന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ ഹോളിലേക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോൺ വന്ന് കയറിയിരിക്കും. അതിൻ്റെ തെർമൽ എനർജി എങ്ങനെയായിരിക്കും, സഫീഷ്യൻ്റ് ആയിരിക്കും, സിഗ്നിഫിക്കൻ്റ് ആയിരിക്കും, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബ്രേക്ക് ദ കോവാലന്റ് ബോണ്ട് അല്ലേ. ദെൻ ദിസ് വേ ദ മൂവ്മെൻറ്റ് ഓഫ് ഹോൾ ടേക്ക് പ്ലേസ്. ശരിക്കും എന്താണ് അവിടെ ശരിക്കും മൂവ് ചെയ്യുന്നത്, എന്താണ്, ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. ബട്ട് ആ ഇലക്ട്രോൺ പോകുന്ന ഭാഗത്ത് ഹോൾ കൂടി ജനറേറ്റ് ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് തോന്നും, ഹോളാണ് മൂവ് ചെയ്യുന്നതെന്ന് തോന്നും. ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ഹോളും എന്താണ് ഇലക്ട്രോണിൻ്റെ മോഷനും എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. ഇനി ഇവിടെ ചാർജ് കേരിയേഴ്സ് ആരാന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസും ഹോൾസും. ഓക്കെ, ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദ ചാർജ് കേരിയേഴ്സ്. ഓക്കെ, ഞാൻ നേരത്തെ കുറച്ച് മാറ്റിയാൽ പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നാലും ഇവിടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് ആരാണ്, ശരിക്കും ഇലക്ട്രോൺസ്. ബട്ട് ഹോൾസ് നമുക്ക് നോക്കുമ്പോൾ ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന പോലെ തോന്നും. ആൻഡ് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ ആയിരിക്കും അല്ലേ അതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇവിടുത്തെ ചാർജ് കേരിയേഴ്സ്, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ചാർജ് കേരിയേഴ്സ് ആരാണ്, ഇലക്ട്രോൺസും ഹോൾസുമാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലെ ചാർജ് കേരിയേഴ്സ് ആരാന്ന് ചോദിക്കും, ആരാണ്, ഇലക്ട്രോൺസും ഹോൾസും എന്താണ് ചാർജ് കേരിയേഴ്സ് ആണ്. ഇനി ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അതായത് T എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 Kelvin. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത് ന്യൂമറിക്കലി ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. അപ്പോൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ എന്താണ് നമ്പർ ഓഫ് ഹോൾസും നമ്പർ ഓഫ് എന്താണ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും അറ്റ് തെർമൽ ഇക്വിലിബ്രിയം. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, P എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹോൾസ് ആണ്. സോ നമുക്ക് എന്തെഴുതാം, N ഈസ് ഈക്വൽ ടു P എന്ന് എഴുതാം. ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു NI. NI എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് കേരിയർ കോൺസെൻട്രേഷൻ എന്ന് പറയും. NI ഇൻട്രിൻസിക് കേരിയർ കോൺസെൻട്രേഷൻ. ഇനി നമ്മുടെ ഈ ഒരു സെമി കണ്ടക്ടറിനെ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കറണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്, ഈ ഇലക്ട്രോൺസ് ആണ്, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസ് ആണ്. ആൻഡ് ബൈ ദ ഹോൾസ് ഇൻ ദ വാലൻസ് ബാൻഡ്. സോ നമ്മുടെ ഇവിടെ ചാർജ് കേരിയേഴ്സ് ആരൊക്കെ എന്നാ പറഞ്ഞാൽ ഇലക്ട്രോൺസും ഹോൾസും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സെമി കണ്ടക്ടർ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, വോൾട്ടേജ് സോഴ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ കറണ്ടിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരെയാണ്, കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസും വാലൻസ് ബാൻഡിലെ ഹോൾസും ആയിരിക്കും. ദ ഹോൾസ് വിൽ മൂവ് ടുവേർഡ്സ് ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി വൈൽ ദ ഇലക്ട്രോൺസ് മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ഇലക്ട്രോഡ്. അത് നമ്മുടെ ഒരു ബാറ്ററി വരയ്ക്കാൻ അറിയാമല്ലോ, അതാ ഇങ്ങനെയാണ് ഒരു ബാറ്ററിയുടെ ചിഹ്നം നമ്മൾ വരയ്ക്കുന്നത്. ആൻഡ് ദിസ് ഈസ് പോസിറ്റീവ് ടെർമിനൽ ആൻഡ് ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ. ഞാൻ ഇതിന് എന്ത് ചെയ്യുന്നു, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ അതിൽ ഹോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, നെഗറ്റീവ് ഭാഗത്തേക്ക് മൂവ് ചെയ്യും. കാരണം ഹോൾസിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണ്. ആൻഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. ആൻഡ് ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ടെർമിനൽ. ഓക്കെ, ദെൻ ഇനി എന്താണ് പറയുന്നത്, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞാൽ ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ അതായത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്, എന്താണ്, N ഈസ് ഈക്വൽ ടു P ഈസ് ഈക്വൽ ടു NI അല്ലേ. സോ N ഇൻറ്റു P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, N ഇൻറ്റു P എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു NI സ്ക്വയർ ആയിരിക്കും ഡെഫിനറ്റ്ലി. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ലോ ഓഫ് മാസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞ കഥയാണ് ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. എന്താണ്,
നമ്മുടെ ഒരു സെമി കണ്ടക്ടറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡാണ്, അതിൻ്റെ പോസിറ്റീവ് സൈഡും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ്, ഇതെന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡ്. വാലൻസ് ബാൻഡിലാണ് എന്തുള്ളത്? ഹോൾസ് ഉള്ളത്. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഓക്കെ, ഡ്രിഫ്റ്റ് ഓഫ് ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ പോസിറ്റീവ് ആകുന്ന ഇതാണ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ഹോൾസ് എന്ന് പറയുന്നത് എങ്ങോട്ടാണ്? നെഗറ്റീവ് ടെർമിനലിലേക്കാണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ഭാഗത്തേക്ക്, നെഗറ്റീവ് ഭാഗത്തേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും. ആൻഡ് ദെയർ ഈസ് എ ബാൻഡ് ഗ്യാപ്പ്. ഇനി ഡെൻസിറ്റി ഓഫ് ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫെർമി ലെവൽ ആൻഡ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ ഈസ് എ കോൺസ്റ്റന്റ് അറ്റ് എനി ഗിവൺ ടെമ്പറേച്ചർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ NI², ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമുക്ക് വേണ്ട, ബട്ട് ഈ ഒരു പോയിന്റ് അറിഞ്ഞിരിക്കണം. എന്താണ്? ഡെൻസിറ്റി ഓഫ് ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിലാണെങ്കിൽ അതിൽ ഫെർമി ലെവലിനെ പറ്റി ഒരു ഡിപ്പെൻഡൻസിയും ഇല്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫെർമി ലെവൽ. ആൻഡ് ഒരു ഗിവൺ മെറ്റീരിയലിന് അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. And as the band gap energy increases, the value of Ni decreases. Okay, band gap energy, ഈ ഒരു ബാൻഡ് ഗ്യാപ്പ് എനർജി കൂടുന്നതനുസരിച്ച് വാല്യൂ ഓഫ് Ni, അതായത് ഇൻട്രിൻസിക് കേരിയർ കോൺസെൻട്രേഷനും എന്ത് ചെയ്യും? അത് ഡിക്രീസ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഫെർമി ലെവൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എനർജി ഓഫ് ഫെർമി ലെവൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു EC പ്ലസ് EV/2, അതായത് കണ്ടക്ഷൻ ബാൻഡ് എനർജി പ്ലസ് വാലൻസ് ബാൻഡ് എനർജി, അതിൻ്റെ സം എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, as temperature rises, the Fermi level shifts slightly towards the conduction band. ഓക്കെ, ടെമ്പറേച്ചർ കൂടുവാണ്. ഓക്കെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് ഇവിടെ ഉണ്ട്, വാലൻസ് ബാൻഡ് ഇവിടെ ഉണ്ട്, ആൻഡ് നമ്മുടെ ഫെർമി ലെവൽ എങ്ങോട്ടേക്കും? കണ്ടക്ഷൻ ബാൻഡിൻ്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ചേഞ്ച് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അതായത് ലോഗ് റോ എന്ന് പറഞ്ഞതാണ് റെസിസ്റ്റിവിറ്റിയും ആൻഡ് 1/Tയും വെച്ചിട്ട് നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലീനിയർ. ഓക്കെ, ലീനിയർ ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് EG/2K ആയിരിക്കും എൻ്റെ സ്ലോപ്പ്. സോ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടും? EG, അതായത് എനർജി ഗ്യാപ്പ് കിട്ടൂലേ? 2K ഇൻറ്റു സ്ലോപ്പ് എന്ന് കിട്ടും. ഓക്കെ, സോ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ജർമ്മേനിയത്തിന് 0.78 ഇലക്ട്രോൺ വോൾട്ടും സിലിക്കോണിന് 1.21 ഇലക്ട്രോൺ വോൾട്ടും. ഇത് മറക്കരുത്. നമുക്കിവിടെ ഒരു പ്രോബ്ലം നോക്കാം. ഫോർ എ സിലിക്കൺ സെമി കണ്ടക്ടർ അറ്റ് 300 Kelvin ആണെന്ന് പറയുന്നുണ്ട്. ദ ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ ഈസ് തന്നിട്ടുണ്ട്. ഇഫ് ദ ഡോണർ കോൺസെൻട്രേഷൻ ഈസ്, വാട്ട് ഈസ് ദ ഹോൾ കോൺസെൻട്രേഷൻ? നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? Ni², അതായത് ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു N ഇൻറ്റു P. Ni² എത്രയാണ്? Ni ഇൻട്രിൻസിക് ഏരിയ കോൺസെൻട്രേഷൻ ഇവിടെ 1.5 × 10⁻10, അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു N ഇൻറ്റു N എന്ന് പറഞ്ഞാൽ എത്ര? ഡോണറിൻ്റെ കോൺസെൻട്രേഷൻ. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ് അല്ലേ? ഇലക്ട്രോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 × 10⁻15 cm⁻³ ആൻഡ് വാട്ട് ഈസ് എ ഹോൾ കോൺസെൻട്രേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് P. അപ്പോൾ ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഇലക്ട്രോൺ ആണ്, അത് ഓർക്കുക. ഓക്കെ, അപ്പോൾ P എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2.25 × 10⁻5 cm⁻³ ഓക്കെ, ഇത് നമ്മൾ നേരത്തെ N is equal to P is equal to Ni എന്ന് പറഞ്ഞു. എന്താണ് അത്? എപ്പോഴുള്ള കാര്യമാണ്? അറ്റ് തെർമൽ ഈക്വിലിബ്രിയത്തിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ അറ്റ് തെർമൽ ഈക്വിലിബ്രിയം എന്ന് പറയുന്നില്ല, അറ്റ് 300 Kelvin എന്നാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് Ni² is equal to N ഇൻറ്റു P. ആ ഇക്വേഷനാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ പറ്റിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.